രുക്മിണി ദേവിയെയും ശപിച്ചു. എല്ലാരും ശപിച്ച് ചിലരുണ്ടാവും നമ്മുടെ വീട്ടില് എങ്ങനെ ചെയ്താലും തൃപ്തി വരാത്ത ആൾക്കാർ, ദുർവാസാവിന്റെ അനുയായികൾ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഇപ്പോ? അദ്ദേഹം ശപിച്ച് ഫൈനലി ഹി കേഴ്സ്ഡ് രുക്മിണി ഓൾസോ. അത് കാരണം ദുർവാസാവ് താൻ ചെയ്ത എല്ലാ തപോഫലവും നഷ്ടമായി. ദുർവാസാവിന് ഹി ലോസ്റ്റ് എവറിത്തിങ്. Durvasa cursed Dwaraka that all the water will turn salty. ദ്വാരകയിലുള്ള സർവത്ര വെള്ളവും ഉപ്പ് രസമായി പോകട്ടെ എന്ന് ദുർവാസാവ് ശപിച്ചു. അത് കഥ വൈകുന്നേരം പറയാം. അപ്പൊ ദുർവാസാവിന്റെ തപസ്യെല്ലാം ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു. ബിക്കോസ് ഹി കേഴ്സ്ഡ് രുക്മിണി. ശപിച്ചുകൊണ്ട് എല്ലാ ബലവും പോയി. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വാതില് കാണാം നിങ്ങൾക്ക്. അവിടെ ഒരു വാതിൽ, ആ കോർണറിൽ ഒരു വാതില് കാണാം. ആ വാതിലിന്റെ താഴെ ഗുഹയുണ്ട്, ഒരു കേവ് ഉണ്ട്. അവിടെ വന്ന് ദുർവാസാവ് തന്റെ ഇതിനായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് തപസ്യ ചെയ്ത സ്ഥലം. ദുർവാസ came here and did tapasya so that he can get relieved from the curse. So ആ ഗുഹയ്ക്കകത്ത് 5 പേര് 10 പേർക്ക് ഇറങ്ങാൻ പറ്റും, കാണാൻ പറ്റും താഴെ. സോ ദുർവാസാവ് തപസ്യ ചെയ്ത ഭൂമിയാണിത്. ദിസ് ഇസ് ദ തപോസ്ഥൽ ഓഫ് ദുർവാസ. നിങ്ങളിൽ ആരെങ്കിലും ദേഷ്യത്തില് മനസ്സുകൊണ്ട് ഇന്നൊരാൾ നശിച്ചു പോട്ടെ, എന്റെ ഭർത്താവ് ചത്തിരുന്നെങ്കിൽ കൊള്ളാം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സുകൊണ്ട്. We must have thought so many things within our mind. Sometimes between quarrel, between argument, we desire that the opponent should get defeated. നശിച്ചു പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മണ്ണാണ് ഇത്. സോ ഇവിടെ പ്രാർത്ഥിക്കുക, ദുർവാസാവിന്റെ കൂടെ ആ ഗുഹ കാണുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാണ്ഡവർ ഇവിടെ വന്ന് തപസ്യ ചെയ്തു. അപ്പൊ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. സോ അവരുടെ തപോബലം കാരണം 5 പുണ്യ തീർത്ഥങ്ങളെ അവിടെ ക്ഷണിച്ചു വരുത്തി. അതാണ് 5 കിണർ അവിടെ ഉള്ളത്. അതിൽ മാത്രം ഈ മുഴുവൻ ദ്വാരകയിലും ഉപ്പുരസമില്ലാത്ത വെള്ളം ആ 5 കിണറിൽ മാത്രമാണ്. ഡീറ്റെയിൽ സ്റ്റോറി ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് റൂമിലോ അല്ലെങ്കിൽ വൈകുന്നേരമോ പറയാം. ഇവിടെ കാണേണ്ടത് ദർശനം, ഗുഹ, നമ്മളും പ്രാർത്ഥിക്കുക, 5 കിണറിൽ നിന്ന് വെള്ളം എടുക്കുക, പിന്നെ തിരിച്ചു ബോട്ടിൽ കയറി അപ്പുറത്ത് പോവുക. ആ കാണുന്ന ബ്ലൂ കളറാണ് നമ്മുടെ ഹോട്ടൽ. ജസ്റ്റ് 100 മീറ്റേഴ്സേ ഉള്ളൂ. നേരെ ഹോട്ടലിലേക്ക് നടക്കുക. ഈവനിങ് ഷാർപ്പ് 4 o'clock ബസ് എടുക്കും. വിൽ ഗോ ബൈ ബസ്. ഓക്കെ, ഇപ്പൊ പോയാൽ ലഞ്ച്. ബോട്ടിന് ആരും കാശ് കൊടുക്കണ്ട, അവര് മൊത്തമായിട്ടാണ് കൊടുക്കുന്നത്. ആരും കാശ് കൊടുക്കണ്ട. ഇസ് ദാറ്റ് ക്ലിയർ? ദർശൻ, കേവ്, 5 ഗുഹ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നമ്മളെ കൂട്ടത്തിൽ ആരും അങ്ങനെ ഉള്ളവരില്ല. അടുത്തത് ബാക്ക് ടു ബോട്ട്. താങ്ക് യു. ഹരേ കൃഷ്ണ.